ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. ഉം, അപ്പം ഞാനും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ദൈവത്തിൻ്റെ കൃപയാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. അത് താത്ത് വെച്ച് അതിൽ നിന്ന് വിട്ടേ, അതിൽ നിന്ന് വിടമ്മേ, അമ്മച്ചി അതിൽ നിന്ന് വിട്. അപ്പം ഈ അമ്മ അങ്ങേ ഈ മൂക്കിൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതേലിങ്ങനെ ഇട്ട് പിടിയാ, ഏത് സമയവും പിടിച്ച് വലിയും ബഹളവാ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു റിയാക്ഷൻ എന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇന്നലെയല്ല, ഞാൻ കുറേ നാളുകൊണ്ട് ഇത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. ഒരു കുറേ നാളിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. അന്ന് എനിക്ക് ഞാൻ പറയണോ വേണ്ടായോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. അപ്പം അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മുടെ ലൈവുകളെ കുറിച്ചാണ്. എല്ലാവരും ലൈവ് ചെയ്യണ ആൾക്കാർ തന്നെ. ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല, എനിക്ക് ലൈവ് ചെയ്യാൻ അറിയില്ല. അപ്പം ലൈവുകളെ കുറിച്ചാണ്. അപ്പം ഞാൻ ഇതുവരെ ലൈവൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ലൈവ് ചെയ്യാനായിട്ട് അറിയത്തുമില്ല. തന്നെയല്ല, അതെനിക്ക് ആരെങ്കിലും പഠിപ്പിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, എനിക്ക് പിന്നെ എൻ്റെ ജോലിയുടെയൊക്കെ ഇത് വെച്ചിട്ട് എപ്പോഴും എനിക്ക് ലൈവിലൊന്നും വരാനോ ഒന്നും പറ്റുന്ന സാഹചര്യമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈവ് പെതുക്കെ ചെയ്യും, പക്ഷെ പെതുക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അത്ര ധൃതിയൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, താമസിക്കാതെ ചെയ്യും കേട്ടോ. അപ്പം ലൈവുകളെ കുറിച്ചാണ് കേട്ടോ. ലൈവുകൾ ചെയ്യണ ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലിയോടെ നിന്ന് ലൈവ് ചെയ്യണവരുണ്ട്, അല്ലാതെ ചേച്ചിമാർ തന്നെ ചെയ്യണ ഒരുപാട് ലൈവുകളുണ്ട്. അതിൽ ഒരു കുറച്ച് ചേച്ചിമാരുടെ ലൈവുകളെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അത് ഞാൻ ആരാണ്, എന്താണ് പേരോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ മോശകരമായിട്ടുള്ള ലൈവുകളാണ് അവരെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാവർക്കും അറിയാമെന്ന്. പക്ഷേ അറിയായിരിക്കും, സത്യമാണ്. കയ്യിൽ മാറിയും തിരിഞ്ഞും ഫോണ് പിടിച്ച് കൈ വയ്യാണ്ടായി. വയ്യാണ്ടായെന്ന് പറഞ്ഞാൽ കൈ ഇച്ചിരി നേരം പിടിക്കുമ്പോൾ കൈ വയ്യ. അപ്പം അതിൽ 5-6 ചേച്ചിമാരെ കുറിച്ചിട്ടാണ്. എല്ലാവരെയും അല്ല, 2-3 പേരുടെ ലൈവ്. അപ്പം നമ്മൾ ഈ ലൈവുകളൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ അവരെ ലൈവൊന്നും തപ്പിപ്പിടിച്ച് പോകുന്നതൊന്നും അല്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ലൈവ്, ഫാമിലി ബ്ലോഗേഴ്സൊക്കെ അല്ലേ, അവരുടെയൊക്കെ ലൈവ് കാണുമ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി നേരം നോക്കും. അപ്പം നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്താണ് മറ്റു ചേച്ചിമാരുടെയൊക്കെ ലൈവുകൾ നമ്മൾ കാണുന്നത്, ഞാൻ കണ്ടത്. അപ്പം ഒരു ചേച്ചിയുടെ ലൈവ് കണ്ടിട്ട്, ഇപ്പം ലൈവിൽ ആ സംഭവം കണ്ടിട്ട് ഞാൻ കുറേ നാളായി. പക്ഷേ എനിക്ക് അന്നൊന്ന് പ്രതികരിക്കണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞ എങ്ങനെ അത് എടുക്കും എന്നൊക്കെ ഉള്ള ഞാൻ അന്നേരം വന്ന ഒരാളല്ലേ എന്ന് അങ്ങോട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പറയണം, അങ്ങനെ അവതരിപ്പിക്കണം, അങ്ങനെയൊന്നും അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ല. പിന്നെ എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് പറയുകയാണ്. അപ്പം ഞാൻ ആ ലൈവിൽ ചെന്ന സമയത്ത് അതും ഒരു മാസത്തോളമായി ആ ലൈവ് കണ്ടിട്ട്. അപ്പം ഇന്നലെ ഞാനൊരു ലൈവ് കണ്ടു. ഇന്നലെ രാത്രി 12 മണിക്കോ 12 മണിയൊക്കെ ആയി ഏകദേശം. അപ്പം 12 മണി അല്ലെങ്കിൽ ഒരു 11-11:30 ഇടയ്ക്കല്ല ഞാൻ ആ ലൈവ് കണ്ട. അപ്പം ഞാൻ ഇച്ചിരി നേരം അവരുടെ ലൈവ് ഇങ്ങനെ നോക്കിയിരുന്നു. അതിൽ വരണ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് നേരം ആ ലൈവ് ഇങ്ങനെ ശ്രദ്ധിച്ച്. അപ്പം തീരെ മോശപ്പെട്ട രീതിയിലാണ് ലൈവ് കമൻറ്റുകളൊക്കെ കയറി വരുന്നത്. അപ്പം എല്ലാവരും ലൈവ് ചെയ്യുമ്പോഴൊന്നും നല്ല രീതിക്ക് ലൈവ് ചെയ്യണവരുടെയൊന്നും ഇത്രയും വൾഗറായിട്ടുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പക്ഷേ ആ ചേച്ചി അങ്ങനെ മോശത്തരമാണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ചേച്ചിയുടെ ലൈവിൽ ഒരുപാട് പേര് മോശം കമൻറ്റുകൾ ഇടുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കുന്നത്. ചിലർക്ക് മാത്രം മറുപടി കൊടുക്കുന്നുണ്ട്. ചിലർ ചേച്ചി മിണ്ടാതിരുന്ന് ഇങ്ങനെ വേറൊരു ഫോണിൽ ഇങ്ങനെ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം
ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണിൽ അപ്പം ഞാൻ ഇന്നലെ ആ ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നു, ഒരു കമൻറ്റ് വന്നു. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ കമൻറ്റുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു കമൻറ്റാണ്, ഹായ്, ഞാൻ പിന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കണം. നിങ്ങൾ ഓർക്കണം, 7ലോ 8ലോ 9ലോ 10ലോ അല്ല പഠിക്കുന്നത്, 4ാം ക്ലാസ്സിൽ. ഹായ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എനിക്ക് ചേച്ചിയുടെ ലൈവ് എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ ലൈവുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ചേച്ചിയെ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമെന്നല്ല. ഹായ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ചേച്ചിയുടെ ലൈവുകൾ നല്ല ഇഷ്ടമാണ്, ചേച്ചിയെ നല്ല ഇഷ്ടമാണെന്നാണ് അതിൽ കമൻറ്റ് ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഓർത്ത്, ഇതെന്താ ഞാൻ എന്തുവായി കണ്ടേ. ഞാൻ പിന്നും ആ കമൻറ്റ് ഇങ്ങനെ താഴോട്ട് നീക്കി നമുക്ക് കയറി പോണ കമൻറ്റുകൾ കാണാമല്ലോ. ഞാൻ താഴോട്ട് തന്നെ നീക്കി കുറേ നേരം ഇനി ഞാൻ വായിച്ചേണ്ട വല്ല മിസ്റ്റേക്ക് ആണോ എന്ന് ഞാൻ ചിലപ്പോൾ പൊട്ടത്തരമൊക്കെ വായിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചതിന് വല്ല മിസ്റ്റേക്ക് ആണോ എന്ന് വെച്ചിട്ട് ഞാൻ അതേ തന്നെ നോക്കിയിരിക്കുകയാണ് ആ കമൻറ്റിൽ. ഞാൻ ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുവാണ്. ഹായ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ചേച്ചിയെ നല്ല ഇഷ്ടമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചുകുട്ടിയാണ് ആ ലൈവിൽ വന്നിട്ടുള്ളത്. 7ലോ 8ലോ 9ലോ 10ലോ പോലും അല്ല. അല്ലെങ്കിൽ നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറയാം. ഇത് 4ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടി ആ ലൈവിൽ എങ്ങനെ വന്നു എനിക്കറിയുകയില്ല. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരെല്ലാവരും ഈ എന്താണ് ഇപ്പം നമ്മൾ അതിൽ കാണിക്കണ പിന്നെ എന്താണ് ലൈവിൽ വരുന്ന കമൻറ്റുകളൊന്നും നമുക്ക് എങ്ങനെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ വേറൊരു കമൻറ്റ് എങ്ങനെ കാണിക്കണമെന്നോ അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ കൂടിയുള്ള ഫോൺ ഇത് ഒരൊറ്റൊരു ഫോൺ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണിക്കുന്ന പോലെ അത് ഇവിടെ താഴെ കൊണ്ടുവച്ചിട്ട് കാണിക്കാനൊന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. വേറെ വലിയ ആൾക്കാർ കമൻ്റ് ഇടുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇതൊരു കൊച്ചുകുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി വന്നിട്ടാണ് ഈ കമൻ്റ് അവിടെ ഇട്ടിട്ട് പോയേക്കുന്നത്. ഹായ്, നിങ്ങളെ ലൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെയാണ് ആ കമൻറ്റ് വന്നത്. അപ്പം ഞാൻ ഒത്തിരി നേരം നോക്കി, ഇത് എനിക്ക് മിസ്റ്റേക്ക് വന്നതല്ലല്ലോ ആണോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഈ കമൻറ്റ് മേളിലോട്ട് കയറിപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ താഴോട്ടാക്കി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. കുറേ നേരം ഞാൻ ആ കമൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിരുന്നു. അപ്പം ആ കുട്ടികൾ ഈ ലൈവ് കാണണമെങ്കിൽ ആ ലൈവിൽ പറയുന്നതും ആ ലൈവിൽ അവർ പറയുന്ന ആ പുള്ളിക്കാരത്തി പറയുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ലൈവിൽ ആൾക്കാർ വന്ന് കമൻറ്റുകൾ ഇടുന്നത് അത്രയും മോശത്തരം കമൻറ്റുകളാണ് അതിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര മോശത്തരമാണ് അതിൽ ആ ലൈവിൽ കമൻറ്റുകളായിട്ട് വരുന്നത്. ഇതുപോലെയുള്ള 3-4 ചേച്ചിമാരുണ്ട്. അവരുടെ എല്ലാ ലൈവിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അത് വേറെയൊക്കെ ലൈവുകളുണ്ട്, പക്ഷേ അതിലൊന്നും അവരത്ര വൾഗറായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ചേച്ചി വലിയ വൾഗറായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ചേച്ചിയുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ചേച്ചിയെ അങ്ങനെ കമൻറ്റുകൾ ആൾക്കാർ ഇടുന്നത്. എന്നുവെച്ചാൽ എനിക്കതങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. അപ്പം വേറൊരു ചേച്ചിയുടെ ലൈവിൽ ഞാൻ പോയപ്പോഴത്തേന് അത് എല്ലാവർക്കും അറിയുന്ന ഒരു പുള്ളിക്കാരത്തി, അതൊക്കെ നമ്മുടെ ഓരോരുത്തർ അവരെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു 2 മാസത്തിന് മുമ്പൊക്കെ. അപ്പം അവരുടെ ലൈവിൽ ഒരു ദിവസം ഞാനിങ്ങനെ പോയപ്പോൾ 12 മണിക്കൊക്കെയാണ് ഇവരൊക്കെ ലൈവിൽ വരുന്നത്. ഒരു 11, 10:30 ഒക്കെ ചിലപ്പോൾ ഇവർ നേരത്തെ വരുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ഈ ഉറക്കമൊഴിച്ചൽ ജോലിയല്ലേ. ചിലപ്പം ഈ അമ്മയൊക്കെ ആണെങ്കിൽ ഉറക്കം ഇല്ലാത്ത അമ്മയാണ്, അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ടാണ് ഉറങ്ങുന്നത്. അപ്പം ഞാനൊരു 12 മണിക്കൊക്കെ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ 10 മണിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴത്തേന് അമ്മ ഉറങ്ങി എണീക്കും. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ ഫോൺ നോക്കിയിരുന്ന സമയത്തൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്.
ഇന്നലെ ഇതാണ് കണ്ടത്. മറ്റേ ലൈവ് ഒരു 2-3 ആഴ്ചത്തേക്ക് മുമ്പാണ് ആ ലൈവ് കണ്ടത്. അപ്പോൾ ആ ചേച്ചിയുടെ ലൈവിൽ പോയി ഞാൻ മെമ്പർഷിപ്പ് ഇന്നലെ കണ്ട ലൈവിലും മെമ്പർഷിപ്പ് ലൈവൊക്കെ എടുക്കണ പുള്ളിക്കാരത്തി തന്നെയാണ് കേട്ടോ. മെമ്പർഷിപ്പ് എന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറയണോണ്ട് ഞാനും അങ്ങ് പറഞ്ഞ. അപ്പോൾ അതും മെമ്പർഷിപ്പൊക്കെ എടുക്കണം. അപ്പോൾ ഓരോരുത്തർ വന്ന മെമ്പർഷിപ്പ് എപ്പോഴാണ്, എങ്ങനെയാണ് പൈസ കൊടുക്കണത്, എങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ വന്നിട്ട് ഒരു 16 വയസ്സുള്ള, അപ്പം അവനോ അവളോ അവൻ വന്നിട്ട് പറയാണ്, എനിക്ക് ഇത്ര വയസ്സേ ഉള്ളൂ, 16 വയസ്സാണ് എനിക്ക് ഉള്ളത്. അപ്പം അവൻ ആ 16 വയസ്സുള്ള കുട്ടിയെ അവരോട് ചോദിക്കുവാണ്, മെമ്പർഷിപ്പ് ലൈവ് എപ്പോഴാണ്, അതിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പം അതിന് അവൻ തന്നെ ഉത്തരവും കണ്ടുപിടിച്ചിട്ട് പറയുവാണ്, അവൻ പൈസ എങ്ങനെയാണ് എന്നായിരിക്കും അതവൻ പറയുന്നത്. അപ്പോൾ പൈസ അവൻ തന്നെ അതിന് ഉത്തരം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? പൈസയുടെ കാര്യം, എൻ്റെ അമ്മയുടെ ATM കാർഡ് എൻ്റെയിലാണ്, ഞാൻ അതിൽ നിന്നാണ് പൈസ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ പറയണത് തെറ്റോ ശരിയോ, ഇത് ലൈവിൽ വന്ന് കണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എന്നിട്ടും അതും ആ കമൻറ്റും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇതെന്തോ ഇങ്ങനെ 16 വയസ്സുള്ള കുട്ടിയോ ലൈവിൽ, ഇവരുടെയൊക്കെ ലൈവിൽ വരുന്നത്. അങ്ങനെ ഓരോ ചേച്ചിമാരുടെ ലൈവുകളിലും ഒക്കെ ഈ കുട്ടികളൊക്കെ ഈ മോശത്തരം കമൻറ്റുകൾ, അവർ മോശത്തരം പറയും. ലൈവ് ചെയ്യണവർ മോശത്തരം പറയണമെന്നോ പ്രവർത്തിക്കുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ ഇവരെ മോശത്തരം പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരിടുന്ന കമൻറ്റുകളൊക്കെ ഈ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ കുട്ടികളുടെ മനസ്സിൽ അവിടെ എന്തോ സംഭവങ്ങളുണ്ട് എന്നല്ലേ ആ കുട്ടികളുടെ മനസ്സിൽ. അതുകൊണ്ടാണെന്നല്ലേ അവരും ആ ലൈവിലോട്ട് പോയത്. ഈ 4ാം ക്ലാസ്സിൽ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലായിരിക്കും. നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ കണ്ട കാര്യം, ഞാൻ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയാൽ ഞാൻ കണ്ട കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഈ 2 കമൻറ്റുകളും കുട്ടികൾ വന്നിട്ട് എഴുതിയിട്ട കമൻറ്റാണ് ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് അപ്പനും അമ്മമാരും അറിയേണ്ട ഒരു കാര്യമാണ്. കുട്ടികളേൽ 4ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചുങ്ങളേലൊന്നും രാത്രി സമയങ്ങളിൽ നിങ്ങൾ ഫോണൊന്നും എടുത്ത് കൊടുക്കരുത്. നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു കണ്ണ് വേണം. പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ട്, വളർന്നു വരുന്ന ഒരു കുഞ്ഞെനിക്കും ഉണ്ട്. എൻ്റെ കുഞ്ഞിന് 2 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കുഞ്ഞാണ്, എൻ്റെ കൊച്ചു കുഞ്ഞ്, എൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ. എൻ്റെ മോന് വലുതായി കുട്ടിയാണ്. അപ്പം എൻ്റെ കുഞ്ഞിന് ഫോൺ അങ്ങനെ കൊടുക്കത്തില്ല. ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് ഫോൺ കൊടുക്കും. ഫോൺ കൊടുക്കുന്നതല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോയിലും എടുക്കത്തില്ല, ഫോൺ പോലും വിളിക്കത്തില്ല. എന്ന് വെച്ചാൽ അവന് ഫോൺ വന്ന് മേടിക്കും. ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ അവൻ ഓട്ടോ തരത്തില്ല. പിന്നെ മേടിക്കുവാണെങ്കിൽ അവൻ ആ ഫോൺ എടുത്ത് എറിയോ, അല്ലെങ്കിൽ കൗട്ടൊക്കെ വീണ് കിടന്ന് ഭയങ്കര കരയും. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ അവൻ്റെ മുമ്പിൽ ഫോൺ ഉപയോഗിക്കില്ല. മരുമോള് വഴക്കുറയും. അപ്പോൾ അവളായാലും ഫോൺ കുഞ്ഞിന് കൊടുക്കത്തേ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഫോൺ കണ്ടാണ് അവർക്ക് ആഹാരം കൊടുക്കണ ഒന്ന്. ഇവനങ്ങനെ ഫോൺ അവർ കൊടുക്കത്തുമില്ല. ഫോൺ ഉപയോഗിച്ച് ഭക്ഷണവും കൊടുക്കത്തില്ല. കസേരയിൽ കയറി ഇരിക്കാൻ പറയും കുഞ്ഞിനോട് പറയും, കസേരയിൽ കയറി കൈ കെട്ടി ഇരിക്കാൻ പറയും. അങ്ങനെയാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക. എൻ്റെ വീട്ടിലും ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇപ്പം അങ്ങനെ ചില സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് കുഞ്ഞ് ഫോൺ എടുത്ത് അവനെല്ലാം അറിയാം. അവന് കോള് വിളിക്കാൻ എന്നെയൊക്കെ വിളിക്കും. ചിലപ്പോൾ അവിടെ അങ്ങനെ ഫോൺ ഇരിക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ വലിയ ആൾക്കാരെപ്പോഴും കൂടെ കാണത്തില്ലല്ലോ. അവിടെ അങ്ങനെ വെച്ചിട്ട് പോയാൽ അവനടുത്ത് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ട് എൻ്റെ നമ്പറിൽ. അപ്പം ഞാൻ ചിലപ്പോൾ കട്ടായി പോവും. ഞാൻ തിരിച്ച് വിളിക്കുമ്പം മരുമോള് പറയും, വീട്ടിൽ എന്നാൽ കുഞ്ഞായിരിക്കും എന്ന് പറയും. അച്ഛമ്മ വിളിച്ചായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഫോണോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞുങ്ങളതിൽ കൊടുക്കരുത്. നിങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബൊന്നും എടുക്കാൻ സമ്മതിക്കരുത്. യൂട്യൂബിൽ അവർക്ക് കാണാത്തക്ക അല്ലെങ്കിൽ വല്ല കാർട്ടൂണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്ത് ലോക്ക് ചെയ്ത് വെക്കുക. അത്ര ചെയ്യാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് എനിക്ക് എന്താ ചെയ്യണം, എന്ത് പറയണമെന്നും ഞാൻ ആകെ അന്താളിച്ചു പോയി. ഇന്നലത്തെ ആ ലൈവിൽ ആ കുട്ടി വന്നിട്ട് ചോദിച്ച കാര്യങ്ങൾ
നമ്മൾ ഏത് ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങിട്ടാണ് ഈ സമൂഹത്തിൽ കൊച്ചുങ്ങൾ എന്താണ് പഠിക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. ഇവരൊക്കെ എന്താണ് ഈ ലൈവുകളിലൂടെ പിന്നെ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കുറേ കമൻ്റ് ഇടാനുമായിട്ട് കുറേ ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട്. അവർ കുറേ കമൻ്റ് ഇടും. അത് മോശത്തരം കമൻറ്റുകൾ. ഇത് കാണുന്ന ലൈവുകളിലെല്ലാം പിന്നെ ഈ കമൻ്റ് ഇടാൻ കുറേ ആൾക്കാർ കാണുമല്ലോ. നല്ലവരെയും കമൻ്റ് ഇടും, ചീത്തവരെയും കമൻ്റ് ഇടും. നല്ലവർക്ക് പോലും മോശ കമൻ്റ് വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ കുഞ്ഞുങ്ങളെ നേരെ ഈ ഫോണൊന്നും കൊടുക്കരുതേ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ ലൈവുകൾ ചെയ്യണ ചേച്ചിമാരെ, നിങ്ങൾക്കൊക്കെ കൊച്ചുമക്കളും അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് കൊച്ചുമക്കളില്ലെങ്കിൽ മക്കളെങ്കിലും ഇല്ലേ നിങ്ങളുടെ വീട്ടിൽ? വളർന്നു വരുന്ന മക്കളെങ്കിലും ഇല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ? പെൺകുട്ടികൾ കാണും, ആൺകുട്ടികൾ കാണും. അവരുടെയൊക്കെ അവസ്ഥ നാളെ എന്തായിരിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞുങ്ങളൊക്കെ നാളെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി പിടിച്ച് നടക്കും? നിങ്ങൾ അതൊക്കെ ചിന്തിക്കണുണ്ടോ? നിങ്ങളിപ്പം യൂട്യൂബിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടാനൊക്കെ ആയിരിക്കും. ഇപ്പം ഞാനായാലും വീഡിയോ ചെയ്യണത് എനിക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാവരും വീഡിയോ ചെയ്യണത് എന്തെങ്കിലും വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അതിനെന്ത് നിങ്ങൾക്ക് ഈ യൂട്യൂബിനകത്തൂടെ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു വീഡിയോ എന്തൊക്കെയെന്ന് പറഞ്ഞ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് തുണി ബിസിനസ് ചെയ്യാം, അച്ചാറുകളിട്ട് വയ്ക്കാം, എന്തൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ബിസിനസ് ചെയ്യാം. നിങ്ങളൊക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ചേച്ചിമാരാണ്. അല്ലാതെ നമ്മളെയൊക്കെ പോലെ പൊട്ട ബുദ്ധികളോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഫാമിലിയിലുള്ള, നല്ല കുടുംബത്തിൽ പറഞ്ഞ ചേച്ചിമാരല്ലേ നിങ്ങളൊക്കെ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ഓർത്താൽ മതിയല്ലോ, വേറെ ആരെയും നിങ്ങൾ ഓർക്കണ്ട. ഇന്ന് ഈ പറയണ എന്നെ നാളെ ഇനി ആരൊക്കെ വന്ന് എന്തൊക്കെ പൊങ്കാലയിട്ട് വെക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഒരേ അപ്പനമ്മമാർ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്തെ കുട്ടികളെ നിങ്ങൾ വളരെ വളരെ അധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോണൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അവരതിനകത്ത് കയറി ഇരുന്ന് ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. ഫോണിൽ നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. നമ്മൾ ഇപ്പം കുട്ടികൾക്ക് നല്ലത് ഏത് ചീത്തയാണെന്നൊന്നും അവർക്കറിയത്തില്ല. പക്ഷേ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ ലൈവിൽ വന്നിട്ട് അതിനിവിടെ മോശത്തരം എന്തോ ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ അതിന് ഉള്ളതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ കുട്ടി അവിടെ വന്നിട്ട് ഈ വലിയ തടിച്ച് പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ വന്നിട്ട് ഈ ലൈവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത് ഇങ്ങനെ പറയണോ? ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമാണെന്ന്. അവർ വലിയ തടിച്ച ഒരു സ്ത്രീയാണ്, വലിയ തടിച്ചിയാ. എന്നാൽ ചോദിക്കും ബോഡി ഷേമിങ് ആണെന്ന്. ബോഡി ഷേമിങ് അല്ല, നല്ല നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ചേച്ചിയാണ്. സ്ക്രീൻ നിറഞ്ഞിരിക്കും. ഇപ്പം ഞാനും അത്യാവശ്യം തടിയുള്ള ആൾ തന്നെ. നമ്മളൊക്കെ തടിയുള്ളത് നമ്മൾ അതിൻ്റെതായ രീതിയിലല്ലേ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ചേച്ചിക്ക് തടി ഞാൻ ബോഡി ഷേമിങ് എന്നും പറഞ്ഞല്ല, നല്ല അത്യാവശ്യം നല്ല വണ്ണവും ഒക്കെ ഉള്ള ഒരു ചേച്ചി തന്നെയാണ്. അപ്പം ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ അത് അങ്ങനെ അവരെ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ വലിയൊരു കാര്യമൊന്നും പറയണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഭാവിയെങ്കിലും ഓർത്ത് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ലൈവുകൾ ചെയ്യുക. നല്ല മാന്യതയ്ക്ക് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കേണ്ട രീതിയിലൊക്കെ ഇരിക്കുക നിങ്ങൾ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്തരം മോശം കമൻറ്റുകളൊക്കെ വരുന്നത്. എല്ലാവരും ഒക്കെ വേറെ ഒരുപാട് പേരൊക്കെ ലൈവുകൾ ചെയ്യുന്നുണ്ട്. ഭാര്യയും ഭർത്താവും, ഭാര്യ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, ഭർത്താവ് ഒറ്റയ്ക്ക് ലൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് യൂട്യൂബിൽ നിലനിൽക്കുക. അല്ലാതെ നിങ്ങളെയൊന്നും മോശത്തരമാക്കാനൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ ഈ കുട്ടികളുടെ ഈ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ വന്ന് ഇത്രയും പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പിന്നും പറയുകയാണ്. ഇത് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഒരുപാട് പ്രാവശ്യം എനിക്ക് തെറ്റല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം ഞാൻ ഈ കമൻറ്റ് തന്നെ വായിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പം നമ്മുടെ കുട്ടികളുടെ ഭാവിയും കൂടെ നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക. സമൂഹത്തിൽ നല്ലതൊന്നും അല്ല ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടെ കൊടുക്കുന്നത്. നല്ലത് കൊടുത്തെങ്കിലല്ലേ കുട്ടികളെ നല്ലത് നോക്കി പഠിക്കത്തുള്ളൂ.
അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുട്ടികളെ സംരക്ഷിക്കുക. കുട്ടികൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ വളർത്തുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ ഇന്നത് പറഞ്ഞതുകൊണ്ട് എന്നെ ആരും മോശത്തനമൊന്നും പറയണ്ട. നമ്മൾ ഇപ്പം തന്നെ കുറേ പേര് എന്നെ 3 മാസേ എൻ്റെ എന്താണ് ആയുസ്സിന് വിലയിട്ടിട്ട് പോയിരിക്കുന്നത്. എനിക്കറിയത്തില്ല നാളെ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ദൈവം തന്ന ആയുസ് ദൈവം തന്നെ എടുക്കും. മനുഷ്യർ ബലാത്കാരമായിട്ട് എടുക്കുമല്ലോ, കൊല്ലും കൊലയൊക്കെ, അതൊക്കെ മനുഷ്യരെടുക്കുന്നതാണ്. അല്ലാതെ ദൈവം ഇനി അവരുടെ ഒരാളിൻ്റെ വാക്കാല ദൈവം നമ്മുടെ ആയുസ്സിനെ ഒന്നും എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ. അപ്പം ലൈവ് ചെയ്യുന്ന ചേച്ചിമാരെ, നിങ്ങളെയൊക്കെ ലൈവുകൾ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിമാർ കണ്ടാലും കണ്ടില്ലേലും ചേച്ചിമാരെ, നിങ്ങളെ കുഞ്ഞുങ്ങളുടെ ഭാവികൾ വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരെ നിങ്ങളുടെ ലൈവുകൾ കണ്ട് അവർ വരെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈവിലൂടെ ഒന്നും പഠിക്കാനില്ല. നിങ്ങളവിടെ ഇത് ലൈവ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ വരുന്ന മോശ കമൻറ്റുകൾ, നിങ്ങൾ ആ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്ന രീതികൾ ഒക്കെ കുട്ടികൾ കേൾക്കുകയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാനും ഇപ്പം നാളെ ലൈവ് ചെയ്യേണ്ട ആൾ തന്നെയാണ്. എൻ്റെ ജോലിയുടെ പരിമിതികൾ വെച്ചിട്ട് ഞാൻ വേറൊരു വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കിവിടെ കുറച്ച് പരിമിതികളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം നാളെ ഞാൻ ലൈവ് ചെയ്യുമ്പോഴേ എനിക്ക് മോശം കമൻറ്റുകളൊക്കെ വരുമായിരിക്കും. അത് ഈ മോശത്തരം പറയുന്നവർ എവിടെ ചെന്നാലും മോശത്തരം പറയും. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അധികം ഉപദ്രവിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയൊക്കെ പോവുക ചേച്ചിമാരെ. കുഞ്ഞുങ്ങളെയൊന്നും നിങ്ങളായിട്ട് കുഞ്ഞുങ്ങളെയൊന്നും ഭാവി ഇല്ലാതെ ആക്കരുതേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ, നമുക്ക് കുഞ്ഞുങ്ങളുള്ളതാണ്. നമ്മളും പിന്നെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. ചേട്ടത്തിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരൊക്കെ വലുതായി, എന്നാലും ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു വീടാണ്. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ വലുതായി, കെട്ടിക്കാറൊക്കെ ആയി എല്ലാവരും. അപ്പം എൻ്റെ ഞാനും ഒരു കുഞ്ഞിനെ വളർത്തി, അതിനും ഒരു കുഞ്ഞായി. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ ഭാവികൾ നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവികളാണ്, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് വിട്ട് പോയി കഴിഞ്ഞാൽ, അവരെ വേറൊരു ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം, ഭാവി, അതൊക്കെയാണ്. നല്ലത് കണ്ട് വളരാനും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇതാക്കുക. നല്ലത് പറഞ്ഞു കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. നല്ലതുകൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഫോണിനകത്ത് കാണുന്ന ഈ ലൈവുകളിലും കുഞ്ഞുങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, പൊന്നുമക്കളെ, കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പനമ്മമാർ പറയുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ ജീവിക്കുക. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ലൈവും കാര്യങ്ങളും ഒന്നും അല്ല ലോകം കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് പഠിച്ച് പിന്നെ മിടുക്കന്മാരും മിടുക്കത്തികളും ഒക്കെ ആയി നാളത്തെ നമ്മുടെ സമൂഹത്തിന് നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങളായിരിക്കണം ഈ സമൂഹത്തിൽ നാളത്തെ തലമുറകളെ നന്നാക്കിക്കൊണ്ട് വരേണ്ടത്. അപ്പം എല്ലാ കുഞ്ഞുമക്കളും നല്ലവരായി പഠിച്ച് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവണം. അതാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയത്, നല്ല സ്വഭാവം. നമുക്ക് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നിങ്ങളിരുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ സന്തോഷമായിട്ടിരിക്കൂ. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മക്കളുടെ സന്തോഷമാണ്, നമ്മുടെ മക്കളുടെ ഒരു വളർച്ചയും അവരുടെ ഒരു സ്വഭാവവും ഒക്കെയാണ് നമുക്ക് സന്തോഷം തരുന്നത്, അല്ലേ? എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പം മക്കളെ നമ്മൾ നേർവഴിക്ക് നടത്തുക ആദ്യം, അതാണ്. അപ്പം എൻ്റെ വീഡിയോയിൽ ചെറിയ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ സംഭാഷണത്തിൽ കാണും, അതൊന്നും ആരും കാര്യമാക്കണ്ട.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്ന ആളല്ല, പക്ഷേ ഞാൻ നാളെ പറഞ്ഞല്ലോ, അപ്പം ഞാൻ കാണുവാന്നത് ഞാൻ പറയും. പക്ഷേ ഇത് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചതൊക്കെ പറയണമെന്ന് പറ്റിയില്ല. അപ്പം ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.